ഷാങ്കിലെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു അല്ലേ? ഷാങ്കിൽ ഇവിടുത്തെ അയർലൻഡിലെ ഒരു കുഞ്ഞൊരു ടൗൺ ആണോ, അതേ ഒരു വില്ലേജ് ആണ്, ഒരു വില്ലേജ്. അപ്പൊ ഒരു ഐറിഷ് വില്ലേജിന്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. ആരൊക്കെയാ വന്നേന്ന് പറഞ്ഞേ? അമ്മ ആൻഡ് ഈസ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയാ പോണേ അല്ലേ? അങ്ങനെ രണ്ടുപേരും കൂടി ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്ന ഷാങ്കിളിലെ സ്ഥലത്തെത്തി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് ഷാങ്കിൽ. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നോട്ടീസ് ബോർഡ് ഉണ്ട്, ആരൊക്കെയാ അതിന്റെ സ്പോൺസേഴ്സ്, ഈ മാർക്കറ്റിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നൊക്കെ. അങ്ങനെ അന്നമ്മ ഇസാമയും കൂടി നമ്മുടെ നട്ട് ക്രാക്കറിനടുത്ത് ഫോട്ടോ എടുക്കാൻ പോയി. നട്ട് ക്രാക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ പേര് പോലെ തന്നെ നട്ട് ക്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടോയ് ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അത് ക്രിസ്മസിന്റെ ഒരു മെയിൻ ഐക്കണായിട്ട് മാറി. മിന്നി മൗസും മിക്കി മൗസും നിരത്തിലിറങ്ങിയെന്ന് കേട്ട് നമ്മുടെ ഇസാമ തപ്പി ഇറങ്ങി. ദേ നിൽക്കുന്നു മിന്നിമോൾ. മിന്നിമോൾ ഹായ് പറഞ്ഞ് ഇസാമേനെ വിളിച്ചു. ഇസാമ ഒരു ഹൈഫൈ കൊടുത്തു കേട്ടോ. അങ്ങനെ മിക്കി മൗസിന് ഒരു ഹൈഫൈ കൊടുത്തു. കുറെ നേരം നമ്മുടെ ഇസാമ അവരെയും കണ്ട് നല്ല എൻജോയ് ചെയ്ത് അവിടെ നിന്നു. അവള് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ക്രിസ്മസ് മാർക്കറ്റിലെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് ഫാം ഹൗസ് ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയ ഈ ജമ്പറൊക്കെ ഇട്ട ഷീപ്പ് എന്ത് മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഷീപ്പുണ്ട്, ഗോട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇസാമയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെറിയൊരു ഗോട്ടിനെയാ. കുറെ നേരം അവള് കളിച്ചു. അപ്പുറത്തെ ഗോട്ടിന് ക്രിസ്മസ് ജമ്പർ കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും രണ്ടു കാലം പൊക്കി വെച്ച് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര പെർഫോമൻസ്. എന്നെ 10 പേര് അറിയട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ബ്ലാക്ക്, ബ്രൗൺ, വൈറ്റ് ഷെയ്ഡില് ഗിനിപ്പിക്കിനെ കണ്ടു. 2 ഗിനിപ്പിക്കുകൾ ഉണ്ടായിരുന്നു. ഇസാമ അതിനെ തലോടി എൻജോയ് ചെയ്തു. അപ്പൊ ക്യൂട്ട് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറെ ആനിമൽസിനെ കാണാൻ വേണ്ടി നമ്മുടെ ഇസാമ ബാക്കിയുള്ളവരുടെ കൂടെ ക്യൂ നിന്നു. അവിടെ ഒരു കാപ്പിരി കോഴി ഉണ്ടായിരുന്നു. പിന്നെ ഒരു തടി മാടൻ പന്നിക്കുട്ടൻ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കളറ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കാപ്പിരി കോഴി. പിന്നെ 2 നല്ല ക്യൂട്ട് വെള്ള താറാവുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബുദ്ധിമാനാണെന്ന് കാണിച്ചിട്ട് ഒരു കഴുത ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൊടി വൈറ്റ് ഹോഴ്സ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര കൂട്ടാന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു. ഇസാമ എൻജോയ് ചെയ്തു കേട്ടോ. ഒരു വർണ്ണ കടലാസി പൊതിഞ്ഞ ഒരു സുന്ദരൻ ക്ലൗൺ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ കിഡ്സിനും ഈ ക്ലൗൺ ആണ് ബലൂൺ ഉണ്ടാക്കി കൊടുത്തേ. നമ്മുടെ ഹേസിൽമോൾ ഒരു വയലറ്റ് റെയിൻഡിയർ ആണ് ചോദിച്ചേ. The stealth walking clown was very attractive in Christmas market. Everyone was following him. Look at his tricks. ഇങ്ങനെ വടിയൊക്കെ കറക്കി എല്ലാ പിള്ളേരെ അട്രാക്ട് ചെയ്തു. ഇസാമയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ ഇപ്പൊ ഇസാമ ബലൂൺ ഉണ്ടാക്കുന്നതിന്റെ പുറകെയാണ്. അവക്കൊരു റെയിൻഡിയർ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓ, ഇറ്റ്സ് റെഡി. ഇസാമയുടെ ഫേവറേറ്റ്സ് എല്ലാം റൈഡ് സൈഡിൽ എത്തി. ഇസാമ നല്ല ഒരു റൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസാമയ്ക്ക് റോളിംഗ് റൈഡ് കണ്ടിട്ട് കിളി പോയി. അപ്പൊ തന്നെ അവള് പറഞ്ഞു, നോ മമ്മ, നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ കറോസൽ റൈഡാണ്. അവളത് ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഗെയിമിംഗ് ഏരിയ എല്ലാം കഴിഞ്ഞ് അനാമയും ഇസാമയും കൂടി ബാക്കിയുള്ള കടകളിലെല്ലാം കയറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോഴാണ് ഹുക്ക് എടുക്കുന്ന ഒരു പരിപാടി കണ്ടത്. ചൂണ്ടയിട്ട് താറാവിനെ പിടിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. സൂപ്പർ ആയിരുന്നു. ചെയ്യുന്ന ജോലിക്ക് ഇത്ര ചിരിയോടെ ആത്മാർത്ഥത കാണിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ലൈമാക്സ് ഉണ്ടോ? ആഹാ, എന്താണോ ഉദ്ദേശിച്ചാവോ? അതൊന്നും ഇസാമയ്ക്ക് വിഷയമല്ല. അവിടെ എടുത്ത് കളക്കനൊരു ഫോട്ടോ. പതിവ് പോലെ നമ്മുടെ കുതിരപ്പുറത്തേറി പോലീസ് മാവന്മാര് വന്നിട്ടുണ്ട്. അവിടെ ഒരു മാരക ചിരി കൊടുത്തിട്ട് ഇസാമ സദസ് കൈയടക്കി. അവിടെ നിന്ന് സ്റ്റേജിന്റെ അടുത്തോട്ട് പോവാണ്. അവിടെ എന്തോ പെർഫോമൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഐറിഷ് ടാപ്പ് ഡാൻസ് ആണെന്ന് പറയുന്ന കേട്ടു. 2 പിള്ളേർ ഉറക്കുന്ന കളിക്കുന്നുണ്ട്. പിന്നെ ഇസാമയ്ക്ക് സ്റ്റേജിൽ മെയിൻ പെർഫോമൻസിന് സ്ഥലം കൊടുത്തില്ലെങ്കിൽ ഇസാമയ്ക്ക് അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് അവൾ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല. കുറച്ചു നേരം അത് കണ്ടിട്ട് അവൾ അവിടെ നിന്ന് മുങ്ങി. ഈ ഐറിഷ് പിള്ളേർക്ക് ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആണ്. കണ്ടല്ലേ, ഒറ്റ ഗോൾ പോസ്റ്റും 1000 കുരുപ്പുകളും എല്ലാം വെയിറ്റ് ചെയ്യുന്ന ആ വലയിൽ ഗോൾ അടിക്കാൻ വേണ്ടിയാ.
ഇസാമ ബോസ്റ്റും ചാരി നിന്നിട്ട് ഫുൾ എൻജോയ് ചെയ്യാട്ടോ. സയന്റിഫിക് ക്ലാസ്സിൽ കണ്ടോ ആർട്ട് വർക്ക് ചെയ്തേക്കുന്നേ ക്രിസ്മസിന്റെ തീമില് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇസാമ എന്നാ കാണിച്ചാലും ഒരു ചിരി പാസ്സാക്കും. അവിടെ ഐസ്ക്രീം ഡോണട്ട് നോക്കിയിട്ടാണ് ചിരിക്കുന്നത്. എല്ലാരും ഐസ്ക്രീമും പിടിച്ചു പോകുന്ന കണ്ടിട്ടാണ് ഇസാമക്ക് ചിരി വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഇതായിരുന്നു പ്ലാൻ, ഐസ്ക്രീം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമും കഴിച്ച് ഡാൻസും കളിച്ച് ഇസാമ എൻജോയ്മെന്റ്. ചൂടുള്ള വാർത്ത നമ്മുടെ അന്നാമ്മയെ കാണാനില്ല. എവിടെ? എന്താ കാര്യം എന്താണോ? നമ്മുടെ ഹോൾമാർക്ക് പൂവിലെ ഒരു നായകനെപ്പോലെ ഒരുത്തൻ ഗിത്താറും വായിച്ച് സ്റ്റേജിൽ നിൽക്കുന്നു. അന്നാമ്മ വായും പൊളിച്ച് അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. 1/2 മണിക്കൂർ അവിടെ നിന്ന് അനങ്ങിയില്ല. അങ്ങനെ മ്യൂസിക് എൻജോയ് ചെയ്ത് 1/2 മണിക്കൂർ ഇസാമയ്ക്ക് അന്നാമ്മയുടെ കൂടെ തമ്പടിക്കേണ്ടി വന്നു. ഈ ചെറുക്കന്റെ ഒരു 20 വീഡിയോയെങ്കിലും ഉണ്ടായിരുന്നു. 2 എന്റെ വീട്ടിലെങ്കിൽ അന്നാമ്മ കൊടുക്കൂല. അതുകൊണ്ട് മാത്രം ഇരിക്കട്ടെ ഒരു പഞ്ചിന്. അന്നാമ്മയ്ക്ക് സന്തോഷമാകട്ടെ. പിന്നെ അന്നാമ്മ മാത്രമല്ല റീത്തും കറിക്കിതേ മറ്റേ പുള്ളിക്കാരി ഉണ്ട് കേട്ടോ. പിന്നെ പരിപാടിയുടെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ ഈ കുട്ടി സാന്റ. ഭയങ്കര ക്യൂട്ടായിരുന്നു കൊച്ചിനെ കാണാൻ. എവിടുന്ന് കിട്ടിയാവോ ഉടുപ്പ്? ഗിഫ്റ്റ് ഒന്നും താങ്ങാനുള്ള ശക്തി പോലുമില്ല. പക്ഷെ ചിരി നല്ലോണം താങ്ങും. സൂപ്പർ ക്യൂട്ട് സ്മൈലായിരുന്നു. അതിന്റെ കൂടെ പാട്ടും. വേറെ എന്നാ വേണം? ഇസാമയുടെ ചങ്ക് ഗില്ലാടി മാർലി ദേ വന്നിരിക്കുന്നു. വട്ടം കറക്കിനെ ചാടി തിമിർക്കിനെ എല്ലാം അവളുടെ മെയിനാണ് കേട്ടോ. ഇസാമ ഇവളുടെ നിന്നാണ് മെയിൻ സ്റ്റെപ്പ് എല്ലാം പഠിക്കുന്നത്. ഇപ്പൊ ഹെലികോപ്റ്റർ റൈഡിനുള്ള നമ്മുടെ ധോണിയുടെ മെയിൻ ഡാൻസ് സ്റ്റെപ്പാണ് ഇവര് ചെയ്യുന്നത്. ഒറ്റക്കാലി ചാട്ടം, ലൈറ്റ് മിനിസ്റ്റർ സ്റ്റെപ്പ്, എല്ലാ പരിപാടിയും ഇവർക്ക് അറിയാം. മുങ്ങിട്ടോ ഇസാമയും മാർലി മുങ്ങി. കിട്ടിയ തക്കം നോക്കി അവർ സ്റ്റേജിൽ ചാടിക്കേറി. ഒഴിഞ്ഞ പെർഫോമൻസ് ആട്ടോ. ഓഡിയൻസിനൊക്കെ ഇപ്പൊ കയ്യിലെടുക്കും. ഒരു വെച്ചതേ കാലും പൊക്കി ഒരൊറ്റപ്പോക്ക. വേറൊരു കുഞ്ഞു വെച്ച് അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു. മാർലി ചവിട്ടുനാടാൻ പഠിപ്പിക്കുന്നു. ഇസാമയാണല്ല ഒറ്റക്കാലി കുക്ക് ഡാൻസ് കളിക്കുന്നു. ഒന്നും അറിയാണ്ട് ഒരുത്തൻ അവിടെ ഗിത്താറിലെ പൊഴിഞ്ഞ വായന. സൂപ്പർ കോംബോ. ചവിട്ടി മടുത്തപ്പോ തലകുത്തി മുറിയാന്നൊരു തോന്നൽ. ആദ്യത്തെ ട്രൈ ചെയ്തു, എത്തിയില്ല. ഇസാമ ട്രൈ ചെയ്തു, എത്തിയില്ല. വീണ്ടും ട്രൈ ചെയ്തു, സക്സസ്ഫുൾ. എന്നാ ഇസാമയ്ക്കും സക്സസ്ഫുൾ ആണ്. നേരെ പറഞ്ഞ കൊച്ചിന്റെ കാലിലോട്ട്. കൊച്ചു 1 2 3 എന്ന് പറഞ്ഞിട്ട് കാലും പൊക്കിയോട് പോക്ക്. ചെയിൻ റിയാക്ഷൻ പോലെ. എന്തൊക്കെ കാണണം എന്റെ ഈശ്വര. അതിന്റെ ഇടയ്ക്ക് ഇസാമയുടെ ലഡ്കാ ഹേ ദിവാന ഹേ ദിവാന ആ പാട്ടിന്റെ ഒരു സ്റ്റെപ്പ് കൊച്ചു നൈസായിട്ട് കേട്ടിട്ടു. ഇവള് ഭയങ്കര ഷാരൂഖ് ഖാൻ വാനാട്ടോ. ആദ്യം കണ്ട ഹിന്ദി പടങ്ങളെല്ലാം ഷാരൂഖ് ഖാന്റെയാ. രാഹുൽ വിളിക്കൂ. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. Hope everyone liked the Christmas Village video. See you again. Bye from Chris and Diary. No.